അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നത് ഗൈസ്. ഇന്നാണ് കൊടിയേറ്റ്. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. നിങ്ങൾക്ക് കൊയറിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയപ്പോഴാണെങ്കിൽ ലൈറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കി ഫുള്ള് പുറത്തും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരെ പോയപ്പോഴാണെങ്കിൽ നമ്മുടെ തിരുഹൃദയനാഥനാണെങ്കിൽ റെഡി ആയിക്കൊണ്ട് നിൽക്കുക. എന്തോ പോളിഷ് എന്തോ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു അങ്കിള്. അകത്തേക്ക് കയറിയപ്പോൾ അൾത്താരയിൽ വെക്കാനുള്ള പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൂക്കളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. നേരെ ഫ്രണ്ടിൽ പോയപ്പോഴാണെങ്കിൽ എല്ലാവരും ഭയങ്കര ചർച്ചയാണ്. കാരണം ആ ബലിപീഠത്തിന് താഴെ ഞങ്ങൾക്ക് ഒരു മീവൽ പക്ഷിയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണെങ്കിൽ ഇത്തവണ ഗ്ലാസ്സൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അച്ഛനും പയ്യന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളെ കൊയർ ടീം അംഗങ്ങൾ. ഞങ്ങൾ ഒറ്റ തവണ പാട്ടൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. താഴെ പോയപ്പോഴാണെങ്കിൽ നമ്മൾ ജോബിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവനോട്ട് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിട്ട് നേരെ അവിടെ നിന്ന് താഴെ പോയപ്പോഴാണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ബാൻഡ് ട്രൂപ്പിൻ്റെ പ്രാക്ടീസ് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നേരെ പോയ ജിജി ചേച്ചിയുടെ അടുത്തായിരുന്നു. അവിടെ പോയി യൂണിഫോമൊക്കെ അടിച്ച് വാങ്ങിച്ചതിന് ശേഷം വൈകിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിരുഹൃദയത്തിൻ്റെത് ഒരു സർപ്രൈസായിരുന്നു. പിന്നെ തിരുഹൃദയനാഥൻ്റെ അടുത്ത് പോയി ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഇത്തവണയെങ്കിലും സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ചെറിയ ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് മീവൽ പക്ഷി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബലിപീഠത്തിന് താഴെയുള്ള മീവൽ പക്ഷി. അതിൻ്റെ ഒരു ലുക്ക് ഇപ്പം ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കാറ്. അപ്പോൾ കൊടിയേറ്റിൻ്റെ ഡെക്കറേഷൻസ് ആൾത്താര ഒരുക്കം ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ പള്ളി എപ്പോഴും സ്പെഷ്യലാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കൊടിയേറ്റാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊടിയേറ്റ് വീഡിയോയിൽ കാണേണ്ട ഒരു അവസ്ഥ വരുന്നത് ഗൈസ്. കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ കൊടിയേറ്റ് ലൈവായിട്ട് ഫ്രണ്ടിൽ പോയി നിന്ന് കാണാറാണ് കേട്ടോ പതിവ്. ഇത്തവണ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത്. എൻ്റെ അനിയൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ 2025 കൊടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നാലും ഇവർ മറക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളായാലും സ്വപ്നങ്ങളായാലും ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. സമയമാകുമ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തു തരും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ചോദിക്കുന്ന കാര്യം വിശ്വാസത്തോടെ ചോദിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.